എന്ത് പ്രതിസന്ധിയിൽ നിന്ന് മുന്നോട്ട് നടക്കാൻ ഏറ്റവും ബേസിക്കായിട്ട് വേണ്ട ഒരു കാര്യം എനിക്ക് ഞാനുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസിൽ ഉണ്ടെങ്കിൽ ലോകത്തിലെ എന്ത് പ്രശ്നങ്ങളെയും അവർക്ക് നേരിടാൻ പറ്റും. അപ്പോൾ സെൽഫ് ലവ് ഇസ് നോട്ട് സെൽഫിഷ്. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാത്തിടത്തോളം അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കത്തോളം ആക്സെപ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം വേറൊരാളും അത് ചെയ്യില്ല എന്നുള്ളൊരു ബോധ്യം ആളുകൾക്ക് ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു. ഡിഫൈൻ യുവർ റിലേഷൻഷിപ്പ്, DTR എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട് അവർക്ക്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകുമ്പോൾ ഡിഫൈൻ ദ റിലേഷൻഷിപ്പ് എന്ന് പറയും. നിങ്ങളൊരു നോക്കുന്നതൊരു മാരേജിനാണോ അല്ലെങ്കിൽ ഒരു ലവിനാണോ അല്ലെങ്കിൽ സിറ്റുവേഷൻഷിപ്പിലാണോ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നൊരു ക്ലാരിറ്റി വരുത്തിയിട്ട് ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ലേ. ഈ പെൺകുട്ടികൾ മാത്രമല്ല, വളരെ ബാഡായിട്ട് സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെടുന്ന ഒരുപാട് ആൺകുട്ടികളുണ്ട്. രാഹുൽ മാങ്കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. ഞാൻ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ ഒരു ഇരയുടെ കൂടെ നിൽക്കാനുള്ള അല്ലെങ്കിൽ അവരോട് ഒരു എംപത്തറ്റിക് ആവാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോഴും ഞാൻ എഴുതുന്ന ബുക്കിനേക്കാളും ഏറെ ഞാൻ ഇൻസ്റ്റയിൽ എഴുതുന്ന കോഡ്സ് ഇഷ്ടമായി എന്ന് പറയുന്ന ആളുകളുണ്ട്. ആൺകുട്ടികൾ എങ്ങനെയാണ്, അവരുടെ ഒരു പ്രണയത്തിൻ്റെ ലവ് ലാംഗ്വേജ് എങ്ങനെയാണ്, അവരെങ്ങനെയാണ് അവർ സ്നേഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി അവർ സ്റ്റാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ സ്വന്തമാക്കുന്നിടത്ത് മാത്രമല്ല സ്നേഹം എന്നുള്ളൊരു കാര്യം. എന്നോട് വളരെ ഹാപ്പി ആയിട്ടൊക്കെ സംസാരിച്ച് 2 days കഴിഞ്ഞപ്പോൾ സൂയിസൈഡ് ചെയ്യാണ്. അപ്പോഴാണ് നമ്മൾ അറിയുന്നതാണ് ഡിപ്രഷന് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഡിപ്രഷനിലായിരുന്നു എന്നുള്ള കാര്യം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പേര് തന്നെ പറയുന്ന എത്ര പേരുണ്ട്? ഇത് ചോദിച്ചത് ഞാനല്ല. സെൽഫ് ലവിൻ്റെ പ്രാധാന്യം ലോകത്തോട് തന്നെ വിളിച്ചു പറഞ്ഞ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന ബുക്കിൻ്റെ ഓതർ, ദ വൺ ആൻഡ് ഓൺലി നിമ്ന വിജയ്. നിമ്ന വിജയാണ് ഇന്ന് നമ്മുടെ ഒപ്പം ചേരുന്നത്. വെൽക്കം. ഹായ്, താങ്ക് യു. ഹലോ. ഇപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഭയങ്കരമായിട്ടും സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലും അതുപോലെ ഒരുപാട് പേർക്ക് അത് ഭയങ്കര ഇൻസ്പിറേഷൻ കൊടുത്തൊരു ബുക്കാണ്. അപ്പോൾ ആ ബുക്കിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് വന്നിരിക്കുന്നത് ഈ ബാംഗ്ലൂരാണ്. അതിൽ പറയുന്നുണ്ട്, അതിലാ ഒരു കഥാപാത്രം തന്നെ പറയുന്നുണ്ട് നമ്മുടെ നിവിൻ പോളിയുടെയും നസ്രിയുടെയും ദുൽഖറിൻ്റെയും ബാംഗ്ലൂർ. അപ്പോൾ ബാംഗ്ലൂർ പറയുന്നത് എനിക്ക് തോന്നുന്നു യങ്സ്റ്റേഴ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു സിറ്റി ആയതുകൊണ്ടായിരിക്കും കൂടുതലും ആ ഒരു സംഭവം ചൂസ് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങിയിരിക്കുകയാണ്, ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട്. അപ്പം അതിലെന്ന് പറയുമ്പോഴത്തേക്കും കൊൽക്കത്തയാണ് അതിൻ്റെ ഒരു പ്രമേയമായിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്നത്. ആക്ച്വലി കൊൽക്കത്ത എന്ന് പറയുന്നത് പോലുള്ളൊരു റെട്രോ സിറ്റി അല്ലെങ്കിൽ ഒരു പ്രണയ നഗരത്തിൻ്റെ ഒരു സങ്കല്പം എന്നൊക്കെ പറയാം. അപ്പോൾ ആ ഒരു കൊൽക്കത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് ആകുമ്പോഴത്തേക്കും നിമ്ന ആക്ച്വലി അത് ആ യഥാർത്ഥ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് കൊൽക്കത്തയിൽ ഡയറക്റ്റ്ലി പോയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു നേരിട്ട് തന്നെ പോയൊരു എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേക്കും ആ പുസ്തകത്തിന് അത് വളരെയധികം വേറെ രീതിയിൽ അത് സ്വാധീനിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആക്ച്വലി എൻ്റെ എല്ലാ പുസ്തകങ്ങളിലും ആ ഒരു ക്യാരക്ടറായിട്ടുണ്ട്, ആ ഒരു സിറ്റിയും വരുന്നുണ്ട് എന്നുള്ളത് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ബാംഗ്ലൂർ അതിഥിയുടെ ലൈഫ് എഴുതുന്ന സമയത്ത് ആക്ച്വലി ഞാൻ ബാംഗ്ലൂർ പോയിട്ടില്ല. ഞാൻ ആക്ച്വലി ഒരു ദിവസം എന്തോ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ എയർപോർട്ട് വരെ എത്തി, പക്ഷെ എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു. അപ്പോൾ ഞാൻ ആ ഒരു 1 hour കണ്ട ഒരു ബാംഗ്ലൂർ വെച്ചിട്ടാണ് ഞാൻ ആ ബുക്ക് എഴുതുന്നത്. ബുക്ക് എഴുതി പകുതിയായ ശേഷമാണ് ഞാൻ ബാംഗ്ലൂരേക്ക് പോയിട്ട് ആ സിറ്റി എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കൊൽക്കത്ത വരുന്ന സമയത്ത് ഞാൻ ആക്ച്വലി ഒരു ചെറുപ്പം മുതലേ ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ലോകം കണ്ടിട്ടുള്ളത് പുസ്തകങ്ങളിലൂടെയാണ്. അപ്പോൾ കൊൽക്കത്ത നമ്മുടെ മലയാളി വായനക്കാർക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു സിറ്റിയാണ്. അപ്പോൾ ഒരുവിധം എല്ലാ കഥകളിലും പണ്ടൊക്കെ എല്ലാ കഥകളിലും കൊൽക്കത്ത ഇങ്ങനെ വന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വായിച്ച് ആ സിറ്റി കാണണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ആക്ച്വലി ആ ബുക്കിൽ വെറുതെ ഇങ്ങനെ കൊൽക്കത്തയ്ക്ക് അതിഥി പോകുന്നു എന്ന് എഴുതിയത്. ആ സമയത്ത് ഒരിക്കലും ഒരു സെക്കൻഡ് പാർട്ട് എഴുതുന്നോ അല്ല അതിന് വേണ്ടിയിട്ട് ഞാൻ കൊൽക്കത്ത പോകണം എന്നുള്ള ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്തിട്ടുള്ള ഒരു സിറ്റി ആയിട്ടാണ് കൊൽക്കത്തയെ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ എൻ്റെ പുസ്തകത്തിലൂടെ വരുന്ന സമയത്ത് ഞാൻ വായിച്ചിറങ്ങിയ കൊൽക്കത്തയും ഞാൻ നേരിട്ട് കണ്ട കൊൽക്കത്തയും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മുടെ കൊൽക്കത്ത എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര ലിറ്ററേച്ചർ, അതേപോലെ ഈ സ്ഥലങ്ങൾ, ഫുഡ്, അപ്പോൾ എല്ലാം കൊണ്ടും ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സിറ്റി ആയിട്ടാണ് കണ്ടതെങ്കിൽ ഞാൻ കൊൽക്കത്തേൻ്റെ കുറച്ചുകൂടി ഒരു ഡാർക്ക് സൈഡാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതിഥി കൊൽക്കത്തയിൽ പോണ സമയത്ത് അതിഥി കാണുന്ന കൊൽക്കത്ത കുറച്ചുകൂടി റിയൽ ആയിരിക്കണം, കുറച്ചുകൂടെ റഫ് ആയിരിക്കണം എന്നുള്ള കാര്യം. നമ്മൾ ഒരുപാട് റൊമാൻറ്റിസൈസ് ചെയ്യാതെ എന്താണോ അവിടെ ഉള്ള കാര്യങ്ങൾ അതുപോലെ അത് ബുക്കിലോട്ട് വരുത്തണം എന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറയും യാത്രകൾ ചെയ്യണം, യാത്രകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ എഴുതിയ എല്ലാ പുസ്തകങ്ങളും ഒരുപാട് സിറ്റീസും അവിടുത്തെ എക്സ്പീരിയൻസും വരുന്നുണ്ട്. പക്ഷെ പേഴ്സണലി ഞാൻ ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ഞാൻ എപ്പോഴും ഒരു കംഫർട്ട് സോണിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ഒരുപാട് സിറ്റീസിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അതെല്ലാം എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ജേണിക്ക് വേണ്ടി പോയിട്ടുണ്ട്. അതേപോലെ ഞാൻ വർക്ക് എല്ലാം ചെയ്തത് പുറത്തായതുകൊണ്ട് തന്നെ
അവിടെ ഞാൻ കണ്ടിട്ടുള്ള മനുഷ്യർ, അവിടെ ഞാൻ കണ്ടിട്ടുള്ള വ്യൂസ്, അതെല്ലാം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആസ് എ പേഴ്സൺ എന്നെ ഒരുപാട് ഗ്രോ ചെയ്യിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ എഴുത്തിനെയും അത് ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, ഇപ്പോൾ എൻ്റെ അടുത്ത് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കുന്ന പിള്ളേരുടെ അടുത്ത് ഞാൻ എപ്പോഴും പറയും, നിങ്ങളുടെ വീട് എന്നുള്ളൊരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾ വേറൊരു സിറ്റിയിൽ, നിങ്ങൾക്ക് വളരെ അന്യമായിട്ടുള്ള, നിങ്ങളൊരു പരിചയമില്ലാത്തൊരു സിറ്റിയിൽ നിങ്ങളൊരു വീടെടുത്ത് താമസിച്ച് അവിടെ നിങ്ങളൊരു ലൈഫ് ബിൽഡ് ചെയ്യണം. ആ സമയത്ത് എല്ലാം പുതിയതാണ്. നമ്മൾ അവിടെ കാണുന്ന കാഴ്ചകൾ, പുതിയ നഗരം, പുതിയ മണ്ണ്, അതിനൊരു സ്പെഷ്യൽ നേരിട്ട് ഒരു അനുഭവിക്കുന്ന ഒരു എക്സ്പീരിയൻസിന് വേറെ. അതെ, അപ്പൊ അവിടെ പോയിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന ലൈഫ് വിൽ ബി വെരി ഡിഫറെന്റ് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ എൻ്റെ ഈ ബുക്ക് വായിക്കുന്ന ആളുകൾക്ക് ആ ഒരു ഇതോട് കിട്ടണം എന്ന് എനിക്ക് പിക്ചർ കിട്ടണം. അതെ, ആ പിക്ചർ കിട്ടണം. അതേപോലെ ഒരു സിറ്റിയിൽ നമ്മൾ അങ്ങനെ താമസിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ചേഞ്ചസ്, അത് നമ്മളിൽ കൊണ്ടുവരുന്ന ചേഞ്ചസ് കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഈ അതിഥി, ശരൺ എന്നുള്ള ക്യാരക്ടേഴ്സിന്റെ കൂടെ ഈ പുസ്തകത്തിലെല്ലാം നഗരങ്ങളും ബാംഗ്ലൂർ ഒരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. അപ്പൊ സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ ആക്ച്വലി 3 സിറ്റീസിലായിട്ടാണ് നമ്മൾ കഥ പറയുന്നത്. അപ്പൊ ആദ്യം ബാംഗ്ലൂർ ആണെങ്കിൽ ഈ ഒരു പാർട്ടിൽ എനിക്ക് തോന്നുന്നു 3 സിറ്റീസ് കൂടെ വായനക്കാർക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യമാണ്, ഇപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ആ ഫസ്റ്റ് ബുക്കിൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്, ആത്മഹത്യ എന്ന് പറയുന്നത്, ആത്മഹത്യ ചെയ്യുന്നവർ ആരും വിഡ്ഢികളല്ല. അത് നമ്മൾ വഞ്ചിക്കപ്പെട്ടു എന്നൊരു തോന്നലാണ് നമ്മളെ ആ ഒരു കാര്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. അങ്ങനെ ഒരു രീതിയിലേക്ക് ആയിട്ട് ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് സെൽഫ് ലവ് ചെയ്യുന്നിടത്ത് നമുക്കൊരു പുതിയ ലൈഫ് ഉണ്ടാകുന്നു എന്നുള്ളൊരു സന്ദേശത്തോട്ട് അത് മാറുകയാണ്. അപ്പോൾ ഈ ഒരു സെൽഫ് ലവ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആൻഡ് ആഫ്റ്റർ സെൽഫ് ലവ് എന്തായിരിക്കും എന്നുള്ളൊരു സംഭവമായിരിക്കും ചിലപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോടിൽ പറയാനുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഒരു തീം ഈ ഒരു ബുക്ക് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ബുക്ക് എഴുതണം എന്നുള്ളൊരു ചിന്ത വന്നപ്പോഴത്തേക്കും ഈ സെൽഫ് ലവ് തന്നെ നമുക്ക് എഴുതിയാൽ അതിനെക്കുറിച്ച് ആ ഒരു സംഭവത്തിലേക്ക് വരാൻ ഒരു ഇൻസ്പയർ ചെയ്തൊരു സംഭവം എന്തായിരിക്കും? നിമ്മിക്ക് കൂടുതലും സെൽഫ് ലവ് എന്നുള്ളൊരു തീം ചൂസ് ചെയ്യാനായിട്ട് തോന്നിയത് എങ്ങനെയാണ് റീസൺ? എനിക്ക് നമ്മൾ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടുള്ള ഒരു ടേമാണ് സെൽഫ് ലവ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സെൽഫ് ലവ് ഈക്വൽ ടു സെൽഫിഷ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അതിനെ നമ്മൾ എപ്പോഴും പോർട്രേ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്കത് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ബിഫോർ സെൽഫ് ലവ് ആൻഡ് ആഫ്റ്റർ സെൽഫ് ലവ് എന്ന് എൻ്റെ ലൈഫിനെ എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒരു ഹ്യൂജ് ചേഞ്ച് അവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കുട്ടികളിലൊക്കെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് കുറവുണ്ട്. ഞാനിത് ചെയ്താൽ ശരിയാവും, ഞാനിത് പറഞ്ഞാൽ ശരിയാവോ തുടങ്ങി ഒരുപാട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകളിലെല്ലാം നമ്മൾ വളർന്നു വരുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു പുതിയ ലോകത്തേക്ക് പോവുക, കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, കുറേ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയാൻ നമുക്കൊരു പുഷ് ആവശ്യമാണ്. ഈ പുഷ് എല്ലാവരും തേടുന്നത് ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നാണ്. പക്ഷേ അത് നിങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം ആളുകൾക്ക് വരുത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ ആക്ച്വലി സെൽഫ് ലവ് എന്നുള്ള തീം ഒരു യങ്സ്റ്റേഴ്സിന് വർക്ക് ആവുന്നുള്ള രീതിയിലാണ് ഞാൻ ആ ബുക്കിൽ എഴുതുന്നത്. പക്ഷെ ഞാൻ ഈ ബുക്ക് വായിച്ച് എനിക്ക് ഒരുപാട് റിവ്യൂസ് വന്ന സമയത്ത് ഒരുപാട് ആഫ്റ്റർ 40s ഉള്ള ഒരുപാട് സ്ത്രീകൾ, അമ്മമാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നൊരു കാര്യം ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഞാനൊരു തവണ റിട്ടയർഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് അവർ എൻ്റെ അടുത്ത് ലാസ്റ്റ് താങ്ക്സ് പറയുമ്പം ആകെ പറഞ്ഞിട്ടുള്ള ഒരു വേർഡ്, നന്ദി നിമ്ന, ഞങ്ങൾക്ക് രാത്രിയിൽ ആകാശം കാണിച്ചു തന്നതിന്. അപ്പോൾ എനിക്കത് ആദ്യം മനസ്സിലായില്ല ഇവർ എന്താ ഇത് പറയുന്നത്. അപ്പോൾ അവർ പറയാം, ഞങ്ങൾക്കൊരു 19 വയസ്സായി, ഞങ്ങൾ ആദ്യമായിട്ട് രാത്രി മറൈൻ ഡ്രൈവിന് പോയിട്ട് അല്ലെങ്കിൽ കൊച്ചിയിൽ ഏതൊരു ബീച്ചിൽ പോയിട്ട് ഇവർ രാത്രി ഒരു 4-5 ടീച്ചേഴ്സ് ഒരുമിച്ചിട്ട് ആകാശം കാണുവാണ്. അവർ പറയും, ഇത്രയും വയസ്സായിട്ട് ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ ഇതുവരെ രാത്രി പുറത്തിറങ്ങിയിട്ടില്ല, ഇത്രയും രാത്രി ബീച്ചിൽ പോയിട്ടില്ല, ആകാശം കണ്ടിട്ടില്ല, നക്ഷത്രങ്ങൾക്ക് ഇത്ര തിളക്കുണ്ടെന്ന് ഞങ്ങൾ കണ്ടില്ല എന്ന് പറയുമ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. നമ്മളൊരു ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം പോലും നാട്ടുകാരെന്ത് പറയും, അല്ലെങ്കിൽ രാത്രി പുറത്തിറങ്ങിയാൽ ശരിയാവോ എന്നുള്ള പേടികളിൽ അവർ ലോക്ക് ചെയ്യപ്പെടുകയാണ്. അപ്പം അതിൽ നിന്ന് പുറത്ത് വന്ന് അവർക്കിഷ്ടമുള്ള കാര്യം ചെയ്യാൻ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് തെറ്റല്ല. നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല എന്ന് എനിക്ക് ആളുകളോട് പറഞ്ഞു വെക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ സെൽഫ് ലവിനെ കുറിച്ച് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എഴുതുന്ന സമയത്തൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് എനിക്ക് പിള്ളേരുടെ കയ്യിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് ആഗ്രഹമുള്ളൊരു ബുക്ക്, നമുക്ക് വായിക്കാൻ ആഗ്രഹമുള്ളൊരു ബുക്ക്, അത് ഇതുവരെ ആരും എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങളത് എഴുതുക എന്നൊരു കോട്ട് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് സെൽഫ് ലവിനെ കുറിച്ച് പറഞ്ഞുകൂടാ? അത് ഇത്രയ്ക്ക് ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട ആ ഒരു തീമിന് നമുക്ക് എന്തുകൊണ്ട് അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ എൻഹാൻസ് ചെയ്തുകൂടാ? അപ്പോൾ എല്ലാ മനുഷ്യർക്കും എന്ത് പ്രതിസന്ധിയിൽ നിന്ന് മുന്നോട്ട് നടക്കാൻ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട ഒരു കാര്യം ഞാനുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസിൽ ഉണ്ടെങ്കിൽ ലോകത്തിലെ എന്ത് പ്രശ്നങ്ങളെയും അവർക്ക് നേരിടാൻ പറ്റും. അപ്പോൾ അതിഥിയുടെ വളരെ പ്രിയപ്പെട്ട ഒരാൾ അതിഥിയുടെ ലൈഫിൽ നിന്ന് പോകുമ്പോൾ ലൈഫേ വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്ന അതിഥി മുന്നോട്ട് നടക്കുന്നത് അവളെ തന്നെ ചേർത്ത് പിടിച്ചാണ്. അപ്പോൾ അതിൽ ഞാൻ ആ ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്യുമ്പോൾ ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു
ക്യാരക്ടറിന് നമ്മൾ കൊടുക്കുന്നില്ല, അതിഥിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നില്ല. അതിഥിയായിട്ട് തന്നെ അവളത് റിയലൈസ് ചെയ്ത് മുന്നോട്ട് നടക്കുന്നിടത്താണ് ആ ജേർണി കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ അതെ, ആ ഒരു ഡയറി കുറിപ്പൊക്കെ അങ്ങനെയാണല്ലോ, പ്രിയപ്പെട്ട മഹാദേവ് സ്വന്തമായിട്ട് തന്നെ സംസാരിക്കുന്ന, ഒരാളോട് സംസാരിക്കുന്ന പോലെയുള്ള ഒരു ഡയറി കുറിപ്പും ആക്ച്വലി ഈ സെൽഫ് ലവ് ഒരു സെൽഫിഷ്നെസ് അല്ല എന്നുള്ളൊരു പ്രൂവ് ചെയ്തൊരു ബുക്ക് കൂടിയാണ്. അതെ, അപ്പൊ ആ ബുക്ക് എഴുതി കഴിഞ്ഞ ശേഷമാണ് എനിക്കറിയില്ലായിരുന്നു ഇത്രയൊക്കെ ഇമ്പാക്റ്റ് ആളുകൾ അത് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇത്ര ആളുകൾ ഇതുവരെ സ്വയം സ്നേഹിച്ചിട്ടില്ല എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കും ഒരുപാട് ഷോക്കിംഗ് ആയിരുന്നു. പക്ഷെ അത് ചെയ്ത ശേഷം ലൈഫ് മാറിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ബോയ് ഫ്രണ്ട് അവൻ്റെ ഗേൾ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഈ ബുക്ക് വാങ്ങിക്കുവാണ്. ഇവളെ ബുക്ക് വായിച്ചിട്ട് ഇവർ ബ്രേക്കപ്പ് ആയി. എടീ ഈ പയ്യൻ എൻ്റെ അടുത്ത് പറയാ, അവള് പറഞ്ഞു ഞാൻ ടോക്സിക് ആണ്, അവളെ സ്നേഹിക്കാൻ തുടങ്ങുക. അപ്പൊ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ടോക്സിക് ആയിട്ടുള്ള ആളുകളെ ലൈഫിൽ നിന്ന് മാറ്റണം, ഞാൻ ആദ്യം നിന്നെ മാറ്റുന്നു എന്ന് അവള് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് പ്രണയങ്ങൾ പൊളിഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഞാനതിൻ്റെ ഒരു ബ്രൈറ്റർ സൈഡാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സെൽഫ് ലവ് ഇസ് നോട്ട് സെൽഫിഷ്. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാത്തിടത്തോളം, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കത്തോളം, ആക്സെപ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം വേറൊരാളും അത് ചെയ്യില്ല എന്നുള്ളൊരു ബോധ്യം ആളുകൾക്ക് ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ അതിഥി എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ ഒരു റിലേഷൻഷിപ്സിനൊക്കെ വളരെയധികം വാല്യൂ കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് അവരോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ അത്രയും ആ ഒരു ബന്ധത്തിന് അത്രയും ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ ഒരു ജെൻസി കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ആ ഒരു ഇന്നത്തെ കാലത്തിൽ ഈ ഒരു തലമുറ ഈ ഒരു സമയത്ത് ആക്ച്വലി അതിനൊക്കെ ഒരു കുറവ് വന്നിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. ആക്ച്വലി പലതരം റിലേഷൻഷിപ്സിനൊക്കെ പലതരം വേർഷൻസ് ആയിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ ബെസ്റ്റീസ്, സിറ്റുവേഷൻഷിപ്സ്, ഫ്ലിങ്സ്, അങ്ങനെയൊക്കെ പല പല വേർഷനായിട്ട് അത് തിരിഞ്ഞിട്ടുണ്ട്. ഈവൻ ഇപ്പോൾ വിവാഹം എന്നുള്ളൊരു കൺസെപ്റ്റ് വരെ കുറേ പേർക്ക് ഇല്ല, എല്ലാവരും ലിവിങ് ടുഗദർ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിലേക്കൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ഒക്കെ ഒരു വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇങ്ങനെയുള്ള വേർഷൻസിനൊക്കെ നിമ്നയ്ക്ക് അതിനെക്കുറിച്ച് എന്താണ് അതിന് പറയുന്നത്? ഞാൻ ആക്ച്വലി ഈ ജെൻസി പിള്ളേരെ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒരാളാണ്. ബിക്കോസ് നമ്മൾ റിലേഷൻഷിപ്പിലായപ്പോഴും ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. സിറ്റുവേഷൻഷിപ്പ് ആണെങ്കിലും കുഷനിങ് ആണെങ്കിലും അങ്ങനെ കുറേ വേർഡ്സ് ഉണ്ട് അവർക്ക്. അപ്പോൾ ഇതെല്ലാം നമ്മളും ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ നമുക്കിതിനെ ഡിഫൈൻ ചെയ്യാൻ വേർഡ്സ് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ കൂടെ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് കൂടെ വേറൊരു റിലേഷൻഷിപ്പുള്ള ആൺകുട്ടികൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പെൺകുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ അവർ സിമ്പിളായിട്ട് കുഷിനി എന്ന് വിട്ട് വിളിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ കുറച്ചുകൂടി അവെയർ ആണ്. ഇപ്പോൾ എല്ലാ റിലേഷൻഷിപ്പിൻ്റെയും പ്രശ്നം നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ആദ്യം വേണം എന്നുള്ളതാണ്. ഇപ്പോൾ ഡിഫൈൻ യുവർ റിലേഷൻഷിപ്പ്, DTR എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട് അവർക്ക്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകുമ്പോൾ ഡിഫൈൻ ദ റിലേഷൻഷിപ്പ് എന്ന് പറയും. നിങ്ങളൊരു നോക്കുന്നതൊരു മാരേജിനാണോ, അല്ലെങ്കിൽ ഒരു ലവിനാണോ, അല്ലെങ്കിൽ സിറ്റുവേഷൻഷിപ്പിലാണോ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നൊരു ക്ലാരിറ്റി വരുത്തിയിട്ട് ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ലേ? നമ്മൾ പൊതുവെ പ്രണയം ഈക്വൽ ടു വിവാഹം എന്നുള്ളൊരു സമവാക്യത്തിലാണ് നമ്മളെല്ലാം ജീവിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരത് അങ്ങനെയല്ല. പല ടൈപ്പുള്ള റിലേഷൻഷിപ്പിന് എനിക്കൊന്നും മലയാളത്തിൽ ആക്ച്വലി വൊക്കാബുലറി കുറവാണ് പല റിലേഷൻഷിപ്പിനെയും ഡിഫൈൻ ചെയ്യാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ആൾ. ഇപ്പം എന്താണ് വേണ്ടത് എന്നറിഞ്ഞിട്ട് ഒരു റിലേഷൻഷിപ്പിൽ വരുന്നതാണ് എന്തുകൊണ്ട് നല്ലത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ അവരുടെ ആ ഒരു ടേംസിനെയും അവരിപ്പം ലോകത്തെ കാണുന്നതിനെയും ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ്. ഇപ്പോൾ വളരെ ഫണ്ണി ആയിട്ടുള്ളൊരു കാര്യം, ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സീസൺ അനുസരിച്ച് റിലേഷൻഷിപ്പ് ഉണ്ട്. മൺസൂൺ കാലത്ത് മാത്രം ഉണ്ടാവുന്ന റിലേഷൻഷിപ്പ്, അതിനൊക്കെ ഓരോ പേരുണ്ട്, എനിക്ക് അത്ര കളക്ട് ചെയ്യാൻ പറ്റില്ല. വിൻ്ററിൽ ഉണ്ടാവുന്ന റിലേഷൻഷിപ്പ്, ഇങ്ങനെ അത് വിൻ്ററിൽ വരെ ഭയങ്കര ലൈക്ക് പ്രണയിതാക്കളായിരിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ ചന്തം കണ്ട് പരിചയമില്ല എന്ന് പറയുന്ന രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷെ അത് നല്ലതല്ലേ? ലൈക്ക് ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്ന ഒരാൾക്ക് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുക, ഞാൻ ഇതാണ് നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ആ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതെ ഒരു ഡാർക്ക് സ്പോട്ടിൽ ഒരാളെ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് കടന്നു കളഞ്ഞു പോകുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് വളരെ ഡിഫൈൻ ചെയ്ത റിലേഷൻഷിപ്പിനെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ മൂല്യങ്ങൾ കുറഞ്ഞൊന്നും എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഒരു കാലത്തും ഒരു റിലേഷൻഷിപ്പിൻ്റെയും മൂല്യങ്ങൾ കുറയുന്നില്ല. പക്ഷെ അതിനെ കുറച്ചുകൂടി ക്ലാരിറ്റിയോടെ നമ്മളിപ്പോൾ നോക്കിക്കാണുന്നു കണ്ടെത്തതിനെ അപേക്ഷിച്ച് എന്ന് മാത്രമേ തോന്നിയിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ ജെൻസി കിഡ്സിൻ്റെ കേസ് പറയുമ്പോൾ തന്നെ ഈ വന്ന കാലത്ത് ഇപ്പോൾ ഇവർക്ക് ഇത്തിരി മെൻ്റൽ സ്ട്രെങ്ത് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും അത് ഫേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, ലൈക്ക് ഇപ്പോൾ പാരൻസിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വഴക്ക് കേൾക്കുക, അച്ഛനും അമ്മയും വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വാങ്ങിച്ചു വെച്ചു, അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പിൽ തന്നെ കൂട്ടുകാർ കളിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായിട്ട് ഒരുപാട്
അങ്ങനെ ഒരു ടെൻഡൻസി ഇപ്പോൾ കൂടി വരികയാണ്. അപ്പോൾ ഈ ജെൻസി പിള്ളേർക്കൊക്കെ എന്താണ് പറ്റിയത്, എന്താണ് തോന്നുന്നത്, അവരോട് പറയാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും? ഒരു അഡ്വൈസ് ഇല്ല, ആക്ച്വലി അവരെന്നെക്കാളും ബ്രില്യൻ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിത് ജനറലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി. കാരണം പണ്ടും ഇതൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ പോലെ അത്രയ്ക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടാവില്ല പണ്ട്. പക്ഷെ ഇതേപോലെ സുഹൃത്തുക്കളിൽ നിന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ടാർഗറ്റ് ചെയ്യപ്പെട്ട് സൂയിസൈഡ് ചെയ്തിട്ടുള്ള കുട്ടികൾ ഞാൻ പഠിക്കുന്ന കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പം നമ്മൾ കുറച്ചുകൂടി അതിനൊരു മീഡിയ അറ്റൻഷൻ കൂടുതൽ കിട്ടുന്നു എന്നല്ലാതെ അത് ഇല്ലാതിരിക്കുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ജനറേഷനാണ്, ഇപ്പോഴത്തെ പിള്ളേരാണ് ഈ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് ടോക്കറ്റീവ് ആവുന്ന ഒരു സൊസൈറ്റി. നമുക്ക് പണ്ട് എന്ത് മെൻ്റൽ അങ്ങനത്തെ ഒരു കാര്യം നമുക്കില്ല. നമ്മൾ അങ്ങനത്തെ ഒരു കാര്യത്തിനെ കുറിച്ചൊരു മെൻ്റൽ ആരോഗ്യം ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ മാനസിക ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതൊന്നും നമ്മുടെ ഡിക്ഷണറിയിലേ ഇല്ല. അതേപോലെ പാരൻറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനൊക്കെ ഒരു ടോക്സിക് പാരൻറ്റിങ്ങിന് ഒരു വശമുണ്ട് എന്നൊക്കെ ഇപ്പോഴാണ് പിള്ളേരത് മനസ്സിലാക്കി അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. അതേപോലെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പാരൻസും കുറച്ചുകൂടി പിള്ളേരുടെ സൈഡിൽ നിന്ന് കൂടെ ചിന്തിക്കാൻ പ്രാപ്തരായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ അടുത്തൊക്കെ വീട്ടുകാർ എന്ത് ചെയ്താലും ഒക്കെ സ്നേഹം കൊണ്ടാ എന്ന് പറഞ്ഞിട്ട് തല്ലിത്തലോടുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് സ്നേഹം കൊണ്ടാണോ അതോ നിങ്ങളുടെ ഓവർ എക്സ്പെക്റ്റേഷൻ കൊണ്ടാണോ നിങ്ങളത് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം പിള്ളേർ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഇപ്പം അച്ഛനും അമ്മയ്ക്കും നേടാൻ പറ്റാതെ പോയ കാര്യങ്ങൾ കുട്ടികളിലൂടെ നേടുക എന്നുള്ളൊരു കാര്യം നമ്മളതൊക്കെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ ചിലവർക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാകും, ചിലർ ആ ഒരു ഇക്വേഷനിൽ ഇപ്പോഴും സ്റ്റക്കായിട്ട് നിൽക്കുന്നവരുണ്ടാകും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അത് ചെയ്യില്ല. അവർക്ക് വളരെ കൃത്യമായിട്ടുള്ളൊരു ബോധമുണ്ട്, എനിക്ക് ഇതൊക്കെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി അവെയറാണ് അവർ ലോകത്തെക്കുറിച്ച്, ചുറ്റുമുള്ള കാര്യങ്ങൾ എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് കുറേ അവെയറാണ്. പിന്നെ എല്ലാത്തിനും ഒരു പോസിറ്റീവ് നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. ഒരു നാണയത്തിന് 2 വശങ്ങളുള്ള പോലെ നമ്മുടെ മുന്നിലോട്ട് ഒരുപാട് കണ്ടന്റ് വരികയാണ്. ഇപ്പോഴത്തെ കുട്ടികൾ തമ്മിൽ ഒരുപാട് കണ്ടന്റ് വരികയാണ്. അപ്പം ഇതിൽ ഏതാണ് എനിക്ക് വേണ്ടത്? ഇപ്പോൾ ഈ സെക്ഷൽ ഐഡൻറ്റിറ്റി ആണെങ്കിൽ പോലും അതിനൊരു കൺഫ്യൂഷൻ ചിലപ്പോൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട്. പക്ഷേ കുറച്ചുകൂടി ഒരു നല്ലൊരു ഗൈഡൻസ് അവർക്ക് കിട്ടുവാണെങ്കിൽ ബെറ്ററായിട്ട് അവർക്ക്, എനിക്ക് തോന്നുന്നു ഒരു വേൾഡിലെ കുറച്ചുകൂടി ഒരു ബെറ്റർ പ്ലേസ് ആയിട്ട് മാറ്റാനുള്ള പൊട്ടൻഷ്യലുള്ള പിള്ളേരായിട്ടാണ് ഞാൻ ഇന്നത്തെ കാലത്തെ യൂത്തിനെ കാണുന്നത്. ബിക്കോസ് അവർ പല കാര്യങ്ങളും ചെയ്യുന്നത് കണ്ടിട്ടാണ് ഓക്കെ ഇങ്ങനെയും ഇതിനൊരു വശമുണ്ടോ. വളരെ പൊളിറ്റിക്കലായിട്ട് സംസാരിക്കുന്ന നല്ല സ്റ്റേറ്റ്മെൻ്റ് ഉള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഒരു അഡ്വൈസും തരാനില്ല. അവർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ലേൺ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ അൺലേൺ ചെയ്യുന്നുണ്ട്. ആ അൺലേൺ പ്രോസസ്സിൽ നമ്മളെ കൂടി ഭാഗമാക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇതിൽ പറഞ്ഞല്ലോ, പാരൻറ്റിങ്ങിൻ്റെ കേസ് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ള ബുക്കിലും ആ ഒരു ടോക്സിക് പാരൻറ്റിങ് ചെറുതായിട്ട് നിന്നെ അതിൽ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതിഥിയുടെ അമ്മയുടെ ഒരു ക്യാരക്ടർ ചില സമയത്ത് എനിക്കും വായിച്ചപ്പോൾ ഒരു ഇറിറ്റേഷൻ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ ടോക്സിക് പാരൻറ്റിങ് ഉള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഒന്ന് ഗൗരവമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് അവരും മനസ്സിലാക്കേണ്ടതല്ലേ? അതെ, ടോക്സിക് പാരന്റിങ് എനിക്ക് തോന്നുന്നു ഈ ഒരു ബുക്കിന്റെ എഡിറ്റിങ്ങിന്റെ സമയത്ത് ഈ ടോക്സിക് പാരന്റിനെ കുറിച്ചുള്ള ഒരു കാര്യം കംപ്ലീറ്റ്ലി എടുത്തു കളയാന്നുള്ളൊരു ഡിസ്കഷൻ വന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഭയങ്കര സ്റ്റബേൺ ആയിരുന്നു. എനിക്ക് ഈ ഒരു പോർഷൻ ഡിസ്കസ് ചെയ്യണം, എനിക്ക് സംസാരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം മാതാപിതാക്കൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഭയങ്കര ഐഡിയലൈസ് ചെയ്തിരിക്കുന്ന ആളുകളാണ് അവർ. അപ്പോൾ അവർ എപ്പോഴും റൈറ്റ് ആയിരിക്കും, അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയായിരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ നോക്കിക്കാണുന്നത്. പക്ഷെ അതങ്ങനെയല്ല. അവരുടെ ശരികൾ എപ്പോഴും മറ്റുള്ളവരുടെ ശരികളാവണമെന്നില്ല, കുട്ടികളുടെ ശരികളാവണമെന്നില്ല എന്നൊരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ ഒരിക്കലും എൻ്റെ പാരൻസിന് അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ അവരെ കുറ്റം പറയാനും പറ്റില്ല. ബിക്കോസ് അവരും പാരൻറ്റിങ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് ടൈമാണ്. ഈ പാരൻറ്റിങ് ഇങ്ങനെ ആവണം എന്നൊക്കെയുള്ള കോഴ്സൊക്കെ ഇപ്പോഴല്ലേ നമ്മൾ തുടങ്ങിയത്. പണ്ടൊക്കെ അങ്ങനെ ഒരു ഒന്നുമില്ല. അവർ ബ്ലൈൻഡ് ആയിട്ട് കല്യാണം കഴിക്കുന്നു, സൊസൈറ്റി ചെയ്യുന്നു, കുട്ടികളാവുന്നു. അവര് വളർന്ന അതേ സാഹചര്യത്തിൽ ഇവരെയും വളർത്തുന്നു എന്നല്ലാതെ അവർക്ക് പാരന്റിങ്ങിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണയൊന്നുമില്ല. പക്ഷെ ഇന്നത്തെ ആളുകൾ കുറച്ചുകൂടി അവെയറാണ്. അപ്പം ഈ പുസ്തകത്തിൽ ഞാൻ ഈ പാരന്റിങ്ങിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഒരുപാട് പാരൻസ് എന്നെ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ മകളുടെ അല്ലെങ്കിൽ മകൻ്റെ സൈഡിൽ നിന്ന് കുറച്ചുകൂടി ചിന്തിക്കാമായിരുന്നു, പല സമയത്തും ഞാനെടുത്ത ഡിസിഷൻസിൽ കുറച്ചുകൂടി റീതിങ്ക് ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പാരൻസിനും മനസ്സിലാവുന്നില്ല അവർ ചെയ്യുന്നത് ഒരു ടോക്സിക് ആയിട്ടുള്ള കാര്യമാണെന്ന്. അവരും എല്ലാ കാര്യത്തിനും സ്നേഹം എന്ന ഒറ്റ വാക്കിൽ പറയാണ്. ഞാൻ പറഞ്ഞ സ്നേഹത്തിൻ്റെ മിഠായിപ്പൊതികളാണ്, ശരിക്കും ചെറിയ ചെറിയ ബോംബുകൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അപ്പോൾ ആരെയും ഹേർട്ട് ചെയ്യാനൊന്നും വേണ്ടിയിട്ടല്ല. പക്ഷെ ടോക്സിക് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികൾ ഒരുപാട് മെൻ്റൽ ട്രോമാസ് അനുഭവിക്കുന്നുണ്ട്, ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഇപ്പോഴും ക്യാരി ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടിയത് തന്നെയാണ്. അപ്പോൾ അതിനെ ബ്ലെയിം ചെയ്തൊരു കാര്യമില്ല. അതിനെ എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താം എന്നുള്ളൊരു എൻവയോൺമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. ഇപ്പോൾ ഈ അടുത്ത് ഒരു
ആക്ട്രസ് കൃഷ്ണപ്രഭ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അവർക്ക് ഈ മൂഡ് സിങ്സ്, ഡിപ്രഷൻ ഈ വന്ന കാലത്ത് കൂടുതലും പേരിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ്. കൂടുതൽ പേര് കണിച്ചാൽ ഓൾറെഡി അവർ അഡ്രസ്സ് ചെയ്യുന്ന കാര്യമാണ്. മൂഡ് സിങ്സ് ആണ്, ഡിപ്രഷനാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണപ്രഭ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വളരെയധികം വിവാദമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവർ അതിനെ വളരെ നിസ്സാരവൽക്കരിച്ച് അതൊരു വട്ടാണെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു നിസ്സാരവൽക്കരിക്കേണ്ട അല്ലെങ്കിൽ ഒരു ഗൗരവത്തിൽ കാണേണ്ടതല്ലാത്തൊരു സംഭവമാണോ ഈ ഡിപ്രഷൻ? അങ്ങനെ എന്താണ് തോന്നുന്നത്? ഒരിക്കലും അല്ല. ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഒട്ടും യോജിക്കാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നു ബെന്യാമിൻ എവിടെയോ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥകളാണ് എന്നുള്ളൊരു കാര്യമാണത്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പെയിൻ എത്രയാണ്, എന്ത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാവുന്നത്. പിന്നെ ഇവരുടെ ഒരു കൺസെപ്റ്റിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഭയങ്കര സാഡായിട്ട് മുറിയിൽ അടച്ചിട്ടിരിക്കുന്ന ആളുകൾ ഡിപ്രസ്ഡ് ആണ് എന്നാണ് ഒരു പൊതുവേ ഉള്ളൊരു ധാരണ. അങ്ങനെയല്ല. പുറത്ത് വളരെ പ്ലസന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗ്യാങ്ങിൽ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ആൾ മേ ബി വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും. നമുക്കറിയില്ല. അവർ അൺലെസ് അവരത് ഷെയർ ചെയ്യാത്തടത്തോളം നമുക്കിത് മനസ്സിലാവില്ല. ഇപ്പം വളരെ റീസെൻ്റ് ആയിട്ട് എനിക്ക് വളരെ പരിചയമുള്ള ഒരാൾ, അപ്പോൾ ഞാൻ ആളൊരു കല്യാണത്തിന് കണ്ടിട്ടുണ്ട്. എന്നോട് വളരെ ഹാപ്പി ആയിട്ടൊക്കെ സംസാരിച്ച് 2 days കഴിഞ്ഞപ്പോൾ ആൾ സൂയിസൈഡ് ചെയ്യാണ്. അപ്പോഴാണ് നമ്മൾ അറിയുന്ന ആൾ ഡിപ്രഷന് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഡിപ്രഷനിലായിരുന്നു എന്നുള്ള കാര്യം. അപ്പം നമുക്കൊരിക്കലും നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അതിനെ നമ്മൾ കുറച്ച് കാണേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു അവെയർനെസ് വളരെ കുറവാണ്. നമ്മൾ ഈ ശരീരത്തിന് ഉണ്ടാവുന്ന മുറിവുകൾ പോലെ മനസ്സിനും ഉണ്ടാവുന്ന മുറികളെ നമ്മൾ ചികിത്സിക്കേണ്ടതുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പം നമ്മൾ അതിന് പൈസ മുടക്കുന്നത് വളരെ ഒരു ബേർഡൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. 1 മണിക്കൂർ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് സംസാരിച്ചാൽ തീരും എൻ്റെ പ്രശ്നം എന്നാണ് പലരുടെയും വിചാരം. പക്ഷെ നമ്മൾ അങ്ങനെ ഒരാളെ വിളിച്ച് സംസാരിക്കുന്നത്, നമ്മൾ പ്രോപ്പറായിട്ട് ക്ലിനിക്കലായിട്ടുള്ള ഒരു ഹെൽപ്പ് എടുക്കുന്നത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് ഉണ്ട് ആക്ച്വലി സോഷ്യൽ മീഡിയയിൽ. സെലിബ്രിറ്റീസ് ഒക്കെ ഇങ്ങനെ പറയുന്ന ഇൻ്റർവ്യൂവിൽ ഞാനും കേട്ടിട്ടുണ്ട്. എൻ്റെ ആളത് പറഞ്ഞു, എൻ്റെ കൗൺസിലർ അത് പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ തെറാപ്പിസ്റ്റ് അത് പറഞ്ഞു എന്ന് പറയും. അപ്പം ഞാനും വിചാരിക്കുന്നത്, എന്തിനാ ഈ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നത്, എന്താണ് ഈ തെറാപ്പി എന്നുള്ളത് എനിക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളത് വളരെ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ എനിക്ക് എൻ്റെ റിയൽ ലൈഫിൽ റീസെൻ്റ് ആയിട്ട് എനിക്ക് വളരെ ഞാൻ ബാഡ് ആയിട്ടുള്ളൊരു സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ എനിക്കൊരു തെറാപ്പിസ്റ്റിനെ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഫസ്റ്റ് സെഷന് പോയിട്ട് നമ്മൾ അത്രയും ഒരു പൈസ കൊടുത്തിട്ട് ഇറങ്ങി വരുമ്പോൾ എനിക്കതൊന്നും ഫീൽ ആയില്ല. അപ്പോൾ എനിക്കിതൊരു വേസ്റ്റ് ഓഫ് മണി ആയിട്ട് തോന്നി. അയ്യോ, ഇതിനാണോ ഇത്രയും പൈസ കളഞ്ഞത് എന്നുള്ള ഭയങ്കര ഒരു കുറ്റബോധം തോന്നി. പക്ഷെ ഒരു 2-3 സെഷൻ കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന പല പെയിൻസും നമ്മുടെ ട്രോമയായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണെന്നുള്ള റൂട്ട് കോസ് നമുക്ക് മനസ്സിലാവുകയും അതിനെ ഫിഗർ ഔട്ട് ചെയ്തൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനും നമുക്ക് പറ്റും. ഞാൻ എൻ്റെ തെറാപ്പി കഴിഞ്ഞ ശേഷം അതിന് വെരി ബെറ്റർ പ്ലേസ്. ഇപ്പം നമ്മുടെ സ്കൂളിലൊക്കെ കൗൺസിലേഴ്സ് ഉണ്ട്. അപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിലെ കൗൺസിലേഴ്സ് വല്ലവരും പ്രേമിച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് പിരിച്ചു വെക്കുക, അല്ലെങ്കിൽ അവരെ കുറച്ച് അഡ്വൈസ് ചെയ്ത് നന്നാക്കുക എന്നതിനപ്പുറം വേറെ ഒരു കാര്യം അവർ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ആ ഒരു കൗൺസിലിംഗ് രീതി മാറേണ്ടതുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ വരുന്ന ഒരു പ്ലേസ് ആണ് സ്കൂൾ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനെ കുറച്ചുകൂടി മനസ്സിലാക്കി കുട്ടികളുടെ സൈഡിൽ നിന്ന് ചിന്തിച്ച് അവരെ കേൾക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഈ കൗൺസിലിങ്ങും തെറാപ്പിനൊക്കെ കണ്ട് അതിനെ കുറച്ചുകൂടി ജനറലൈസ് ചെയ്യാൻ നമുക്ക് പറ്റിയാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യങ്ങൾ ആൾക്കാർക്ക് കുറച്ചുകൂടി അവയർനെസ് ഉണ്ടാവും. ഇതിനൊരിക്കലും സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഒരു തമാശയായിട്ട് എടുക്കേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ ഒരിക്കലും കാണുന്നില്ല. ഓക്കെ. ഇപ്പോൾ ഈ ഒരു ബുക്കിൽ അതിഥി ഒരു സെക്ഷൽ അബ്യൂസ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അബ്യൂസ് നേരിടുന്ന ഒരു പ്രശ്നത്തിനെ കുറിച്ച് അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ സ്ത്രീകൾ സമൂഹത്തിൽ ഒരുപാട് എസ്പെഷ്യലി ഈ ഒരു ഫിസിക്കൽ അബ്യൂസ് എന്ന് പറയുന്ന സംഭവം വളരെയധികം അവർ നേരിടുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ യഥാർത്ഥത്തിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ഇതിനെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തുറന്ന് പറയാൻ തയ്യാറാവുമ്പോൾ കൂടുതലും സമൂഹത്തിൽ ഇരയാക്കപ്പെടുന്നവർ തന്നെയാണ് കൂടുതലും ക്രൂശിക്കപ്പെടുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ബാക്ക് പാക്കർ അരുണിമ എന്ന് പറഞ്ഞൊരു വ്ളോഗർ ആ പുള്ളിക്കാരിക്ക് ഈ അടുത്ത് ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ജസ്റ്റ് അവർക്കുണ്ടായൊരു മറ്റൊരു സ്ഥലത്ത് വെച്ചുണ്ടായൊരു അനുഭവം അവർ പറഞ്ഞപ്പോഴത്തേക്കും ആ ഒരു അനുഭവത്തിനെ അവരെ കുറ്റക്കാരിയാക്കുന്ന രീതിയിലാണ് പല വ്ളോഗേഴ്സും പല യൂട്യൂബേഴ്സും അത് കണ്ടന്റായിട്ട് വരെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവർക്കെതിരെ അത് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഈ അടുത്ത ഒരു KSRTC ബസ്സിലുണ്ടായിട്ടുള്ള ഒരാൾ ഉണ്ടായ ഒരു മോശം അനുഭവം, അത് എക്സ്പീരിയൻസ് പറഞ്ഞ് യുവതികൾക്ക് നേരെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിന് റീച്ച് കൂട്ടാൻ വേണ്ടി അവർ ചുമ്മാ കണ്ടന്റ് ഉണ്ടാക്കി പറഞ്ഞെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയാനാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ തന്നെ എന്താ ഉണ്ടാവുന്നത്, ആള് കൂടുതൽ പേര് ഈ പറഞ്ഞ പോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും. ഇപ്പോൾ ഈ പറഞ്ഞ പെൺകുട്ടിയെ തുറന്നു പറയാൻ തയ്യാറായ പെൺകുട്ടി എന്തിനങ്ങനെ ചെയ്താൽ നിന്നു എന്നുള്ള രീതിയിൽ ഒരുപാട് കമൻസ്, അവർക്ക് ഒരുപാട് സൈബർ ബുള്ളിങ്
അല്ലെങ്കിൽ സൈബർ അറ്റാക്കൊക്കെ നേരിടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇഷ്യൂസ് ഇങ്ങനെയുള്ള സമൂഹത്തിൽ ഈ സ്ത്രീകളോടുള്ളൊരു ആറ്റിറ്റ്യൂഡ്, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം തുറന്നു പറയാൻ തയ്യാറാവുന്നവരോട് ആ ഇരകളാക്കപ്പെട്ടിരുന്നവരുടെ സമൂഹം കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരേണ്ടതല്ലേ? മാറ്റം വരേണ്ടതാണ്. ആ മാറ്റം ആക്ച്വലി വരേണ്ടത് എനിക്ക് തോന്നിയിട്ടുള്ളത് സമൂഹത്തിൻ്റെ ഏറ്റവും ലൈക്ക് സ്മോളസ്റ്റ് ഫോം ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നാണ്. കാരണം നമ്മളിപ്പോൾ പുറത്ത് പോയിട്ട് ഇപ്പോൾ താൻ പറഞ്ഞ എല്ലാ എക്സാമ്പിൾസും പുറത്ത് നടന്നിട്ടുള്ള സെക്ഷൽ അബ്യൂസിൻ്റെ കാര്യങ്ങളാണ്. വീട്ടിൽ നടക്കുന്ന സെക്ഷൽ അബ്യൂസസ് എത്ര പുറത്ത് വരുന്നുണ്ട് എന്നതാണ് യഥാർത്ഥ ക്വസ്റ്റ്യൻ. അപ്പോൾ എനിക്കൊരിക്കലും തോന്നുന്നില്ല ലൈഫിൽ ഒരു തവണയെങ്കിലും സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെടാത്ത പെൺകുട്ടികൾ വളരെ കുറവായിരിക്കും ഏതെങ്കിലുമൊക്കെ രീതിയിൽ. അതിൻ്റെ ഏറ്റവും സാഡസ്റ്റ് ആയിട്ടുള്ള പാട്ട്, അത് ഏറ്റവും കൂടുതൽ അവർ ഫേസ് ചെയ്തിട്ടുള്ളത് വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവിൻ്റെ അടുത്തുനിന്നോ ഫാമിലി മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നോ ആയിരിക്കും. അപ്പോൾ അതവർ തുറന്ന് പറയുന്ന സമയത്ത് അയ്യോ ഇത് പുറത്ത് പറയണ്ട, നാട്ടുകാർ അറിഞ്ഞ് എന്ത് വിചാരിക്കും, കുടുംബത്തിൽ നമ്മുടെ ഒരു കംഫർട്ട് സോൺ ആ ഒരു ബ്രേക്ക് ആവില്ല എന്നാണ് എല്ലാവരും വെറി ചെയ്യുന്നത്. ഇപ്പോൾ പാരൻസ് ആണെങ്കിൽ പോലും എനിക്ക് ഓർമ്മയുണ്ട്, വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് അവൾക്ക് നടന്നിട്ടുള്ള സെക്ഷൽ അബ്യൂസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവളുടെ അമ്മ ചോദിച്ചിട്ടുള്ളൊരു കാര്യം, എൻ്റെ അടുത്ത് അങ്ങനെ പെരുമാറിയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് അങ്ങനെ നടന്നിട്ടില്ലല്ലോ, അപ്പോൾ നിൻ്റെ അടുത്ത് അങ്ങനെ നടക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ആ കുട്ടീനെയാണ് അവർ ബ്ലെയിം ചെയ്യുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ട് കുട്ടീനെയാണ് ബ്ലെയിം ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ നാളെ അവരെ കാണേണ്ടതാണ്, നമ്മൾ അവരുടെ അടുത്ത് അങ്ങനെ പറയാൻ പാടില്ല എന്ന് എനിക്ക് തോന്നിയതാവും. അപ്പോൾ ഇങ്ങനെ ഈ സെക്ഷൽ അബ്യൂസിനെ വളരെ നോർമലൈസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അല്ലെങ്കിൽ എനിക്കും പണ്ടൊക്കെ ഇത് ഉണ്ടായിട്ടുണ്ട്, ഞാനെവിടെയും പറഞ്ഞു നടന്നിട്ടില്ല, അതൊക്കെ സ്ത്രീകളായാലും ഉണ്ടാവും, നിങ്ങൾ സഹിക്കണം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആക്ച്വലി വളരെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലിയിൽ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഫാമിലിയിൽ നിന്ന് അങ്ങനെ അടിച്ചമർത്തപ്പെടുന്ന തോട്ട്സ് വരുന്ന സമയത്ത് പിന്നെ ഒരിക്കലും വളരെ ഓപ്പൺ ആയിട്ട് ഈ ഒരു കാര്യം അഡ്രസ്സ് ചെയ്യ പെൺകുട്ടികൾ ഭയപ്പെടും എന്നുള്ളതാണ്. അപ്പൊ രാത്രി ഒരു പെൺകുട്ടി പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു ആൺകുട്ടി കയറി പിടിച്ചു എന്ന് പറയുന്ന സമയത്ത് ആദ്യം ചോദിക്കുന്നത് രാത്രി എന്തിനാ പുറത്തിറങ്ങിയത് എന്നാണ്. ആ ആൺകുട്ടിക്ക് എന്ത് റൈറ്റ് ആണുള്ളത് ഏത് സമയത്ത് പുറത്തിറങ്ങിയ പെൺകുട്ടീനെയും പിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. നമ്മൾ പറയുമ്പോൾ ഈ പെൺകുട്ടികൾ മാത്രമല്ല, വളരെ ബാഡായിട്ട് സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെടുന്ന ഒരുപാട് ആൺകുട്ടികളുണ്ട്. ഈ അമീർ ഖാൻ അവതാരകനായിട്ട് വന്നിട്ടില്ല, എനിക്കൊന്ന് സത്യമേവ ജയതേ എന്നുള്ള ഒരു പ്രോഗ്രാമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിലൊരു ആൺകുട്ടി, അവൻ്റെ ഒരു അങ്കിള് ഒരു ചെറിയ ഏജ് മുതൽ അവനെ സെക്ഷലി അബ്യൂസ് ചെയ്ത് ഒരു 10 years വരെ സെക്ഷലി അബ്യൂസ് ചെയ്തൊരു കഥ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആണ്. ഇപ്പോൾ പെൺകുട്ടികൾക്ക് പിന്നെയും സേഫ് അല്ല, ബട്ട് സ്റ്റിൽ അവർക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ആൺകുട്ടികളാവുന്ന സമയത്ത് നീ ഒരു ആൺകുട്ടിയല്ലേ, എന്നിട്ടും അവരെ നിന്നെ കയറി പിടിച്ചോ, ഇതൊക്കെ നീ ഒരു കാര്യമാക്കണ്ടോ എന്ന് കരുതി അവരുടെ വോയിസസിനെയും അവിടെ അടിച്ചമർത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പം സെക്ഷൽ അബ്യൂസ് അത് ആർക്കെതിരെ നടന്നാലും, അതിപ്പോൾ ഏത് ജെൻഡറിനെതിരെ നടന്നാലും അത് റോങ് ആണ്, അത് അഡ്രസ്സ് ചെയ്യപ്പെടണം. എന്തുകൊണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് പോയി, എന്തുകൊണ്ട് നിങ്ങൾ അവിടെ നിന്നു കൊടുത്തു എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം അത് ചെയ്ത ആളുകളാണ് ആദ്യം പ്രതിസ്ഥാനത്ത് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ റോങ് ആയിട്ടുള്ള ഒരുപാട് അലിഗേഷൻസ് വരുന്നു എന്നുള്ളത് കൊണ്ട് റൈറ്റ് ആയിട്ടുള്ളതിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്യണം എന്നില്ലല്ലോ. അപ്പോൾ എല്ലാത്തിനെയും സംശയത്തിൻ്റെ കണ്ണോടെ കാണാൻ പറ്റില്ല. ബേസിക് ആയിട്ട് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി ഏത് ജെൻഡറിൽ പെടുന്ന ഒരാളായാലും ഞാൻ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ ഒരു ഇരയുടെ കൂടെ നിൽക്കാനുള്ള, അല്ലെങ്കിൽ അവരോടൊരു എംപത്തറ്റിക് ആവാനുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ റൂൾസ് ആണെങ്കിലും, അല്ലെങ്കിൽ പിന്നെ പലരും ചോദിക്കും നിങ്ങൾക്ക് കേസ് കൊടുത്തൂടെ, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കേസ് കൊടുത്തൂടെ. എത്ര പേർക്കറിയാം നമ്മളൊരു കേസ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ബാക്കിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്. എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് അവളുടെ ബോയ് ഫ്രണ്ടായിട്ട് സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ട ശേഷം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വളരെ മോശമായിട്ട് അവിടെ ഉണ്ടായിരുന്ന വനിതാ പോലീസുകാർ അവളോട് പെരുമാറിയത് കൊണ്ട് കേസ് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്ന പെൺകുട്ടികളുണ്ട്. അപ്പം നിങ്ങൾക്ക് വളരെ കംഫർട്ടായിട്ടുള്ള ഒരു സോണിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ എളുപ്പമാണ്, പക്ഷെ ആ ഒരു വിക്ടിമിൻ്റെ സൈഡിൽ നിന്ന് ചിന്തിച്ച് അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിഥിയുടെ കേസിൽ ഞാനത് പറയുന്ന സമയത്ത് ഒരുപാട് പേർക്ക് റിയലൈസേഷൻ ഉണ്ടായി തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരുപാട് പാരൻസ് എൻ്റെ അടുത്തത് ഷെയർ ചെയ്തിട്ടുണ്ട് പേഴ്സണലി. എൻ്റെ മകൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ മോശമായിട്ടാണ് അവളോട് പെരുമാറിയത്, അന്ന് എനിക്കിത് നോർമലായിട്ടാണ് തോന്നിയത്, പക്ഷെ ഇപ്പം അത് തെറ്റാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഒരിക്കലും നമ്മൾ ആ ഒരു ചെയ്ത ആളെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും യു ഷുഡ് സ്റ്റാൻഡ് വിത്ത് ദി വിക്ടിം എന്നാണ് എൻ്റെ ഒരു നിലപാട് ഈ ഒരു കാര്യത്തിൽ. അതുപോലെ തന്നെ പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അത്തരം ഇടങ്ങളിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോകണം, അല്ലെങ്കിൽ നമ്മളുടെ ആത്യന്തികമായിട്ട് നമ്മുടെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് നമ്മൾ തന്നെയാണെന്നില്ല. അങ്ങനെ ഒരു സന്ദേശം കൂടി ആ ഒരു ബുക്കിൽ അതിഥിയുടെ ഒരു സുഹൃത്തായുള്ള ഒരു മലയാളി പെൺകുട്ടിയുടെ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അതിൽ പറയുന്നുണ്ട്. ആ കുട്ടി ഒരുപാട് ടോക്സിക് റിലേഷൻഷിപ്പിലൂടെയാണ് കടന്നു പോകുന്നത്. ഇങ്ങനെയുള്ള ഒരു ടോക്സിക് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് എന്താണ് നിമ്മിക്കുള്ളൊരു?
എനിക്ക് ടോക്സിക് എന്നുള്ളതിന് ഒരു ജെൻഡർ വ്യത്യാസം ഒന്നുമില്ല. എല്ലാത്തിലും ഒരു ടോക്സിക് ആയിട്ടുള്ള, ഇപ്പം ചില പാർട്ട്നേഴ്സിൽ മെയിൽ ആയിരിക്കും അല്ലെങ്കിൽ ഫീമെയിൽ ആയിരിക്കാം, ആരെങ്കിലും ഒക്കെ ടോക്സിക് ആയിരിക്കും. ഇപ്പം ടോക്സിക് റിലേഷൻഷിപ്പിനെ ഭയങ്കരമായിട്ട് ഈ അടുത്ത് ഞാൻ റീസെൻ്റ് ആയിട്ട് ഒരു റീല് കാണുകയാണ്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തോ ഒരു വഴക്കുണ്ടാവുന്നു, ഭർത്താവ് ഭാര്യനെ അടിക്കുന്നു. ഓക്കെ, വളരെ ഫണ്ണി ആയിട്ടുള്ള റീലാണെന്ന് ആലോചിക്കണം. അപ്പം ഭാര്യ പറയും ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല, ഞാൻ എൻ്റെ വീട്ടിൽ പോകാന്ന് പറഞ്ഞിട്ട് ഇവള് ബാഗെല്ലാം പാക്ക് ചെയ്യാണ്. ബാഗെല്ലാം പാക്ക് ചെയ്ത് പോകാൻ നേരം അയ്യോ ബസ്സിന് പോകണമെങ്കിൽ പൈസ ചേട്ടനോട് ചോദിക്കണമല്ലോ, അല്ലെങ്കിൽ എന്നെ ആരും കൊണ്ടുവിടുന്ന ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭർത്താവ് ഇതൊന്നും നടക്കാത്ത പോലെ കാഷ്വലായിട്ട് വന്നിട്ട് അപ്പോൾ നമുക്ക് സിനിമയ്ക്ക് പോകാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് എന്നാൽ ശരി സിനിമയ്ക്ക് പോകാമെന്ന് ഇറങ്ങി പോകുന്ന ഒരു ഭാര്യ. ഇതിന് വളരെ ഷെയർ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് സ്മൈലി ഇമോജീസ് വരുന്നുണ്ട്. നോർമലൈസ് ചെയ്യാണ് ലൈക്ക് അബ്യൂസസിനെയാണ് നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു ബ്ലാങ്കിൽ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇപ്പോഴും ഉണ്ട്. എന്നെ ഭർത്താവ് തല്ലിയാൽ അത് സ്നേഹം കൊണ്ടാണ് എന്ന് പറയുന്ന, ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ തല്ലുന്നത് എന്ന് പറയുന്ന ആളുകൾ. അപ്പൊ ആ ഇഷ്ടം കൂടെ നിങ്ങൾ തിരിച്ചു തല്ലിയാൽ അവർ സഹിക്കുമെന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് റൈറ്റ് എന്നല്ല, തിരിച്ചു തല്ലണം എന്നല്ല ഞാൻ പറയുന്നത്. അപ്പം ആ ഒരു അബ്യൂസസിനെ പിന്നെ വേറൊരു കാര്യം, പല ആളുകൾക്കും ഇത് തെറ്റാന്ന് അറിഞ്ഞാൽ പോലും അവിടുന്ന് ഇറങ്ങി വരാനുള്ള ഒരു ധൈര്യം അവർക്ക് ഉണ്ടാവുന്നില്ല. ഇപ്പൊ നമ്മൾ ഒരുപാട് പറയുമല്ലോ, കുറെ പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിൽ നിന്നുണ്ടാവുന്ന പീഡനം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇറങ്ങി പോകുന്നൂടായിരുന്നു, അവരെന്തിനാ സഹിച്ചത്. അതെ, ഈ പാരന്റ്സ് ഒക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് കരയുന്നൊക്കെ കാണാം, അവള് വന്നിട്ട് ഞങ്ങൾ സ്വീകരിക്കായിരുന്നു. ഒരിക്കലുമില്ല. എത്ര വീട്ടുകാരുണ്ട് ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു മകളെ വളരെ സ്നേഹത്തോടെ ആക്സെപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവളുടെ ചോയ്സസിനെ റെസ്പെക്ട് ചെയ്യുന്ന എത്ര പാരന്റ്സ് ഉണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്, അവർ വളരെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇപ്പോഴും സ്റ്റക്കായി നിൽക്കുന്നത്, ഞാൻ എൻ്റെ വീട്ടുകാർക്കൊരു ബാധ്യതയാവണ്ട, അല്ലെങ്കിൽ ഞാൻ കാരണം എൻ്റെ വീട്ടുകാർ വിഷമിക്കേണ്ട എന്നുള്ളൊരു റീസൺ കൊണ്ട് ഇപ്പോഴും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ തുടരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവിടെയാണ് ഞാൻ പറയുന്നത് ഈ സെൽഫ് ലവിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ കംഫർട്ടായിരിക്കുക, നിങ്ങൾക്ക് നിങ്ങളെ ശരീരം മനസ്സ് എല്ലാം ഓക്കെ ആയിട്ട് മതി നിങ്ങൾ വേറൊരാളെ കംഫർട്ട് ചെയ്യുന്ന ഒരു കാര്യം. നിങ്ങൾ സ്വയം വേദനിച്ചുകൊണ്ട് വേറെ ഒരാളുടെ സന്തോഷത്തിനും ഒരു കംഫർട്ടിനും നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടെന്ന് പറയും. ഇപ്പോൾ ടോക്സിക്, എനിക്കൊന്ന് ഈ ടോക്സിക് റിലേഷൻഷിപ്പ് അത്യാവശ്യം നന്നായിട്ട് ഡിസ്കസ് ചെയ്ത് വരുന്ന ഒരു ടോപ്പിക്കാണ്, ആളുകൾ സംസാരിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇങ്ങനെയുള്ള നോർമലൈസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഇൻസ്റ്റയിൽ കാണുന്ന സമയത്ത് വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ്. എന്താണ് ഇപ്പോഴും ഇത് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ആലോചിക്കുമ്പോൾ. അതെ, ഇപ്പോൾ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു എഴുത്തുകാരി KR മീര, പുള്ളിക്കാരി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റും ഈയിടെയായിട്ട് ഒരു വിവാദമായിട്ടുണ്ട്. പുരുഷന്മാർക്ക് പ്രണയിക്കാൻ അറിയില്ല എന്നാണ് അവർ പറയുന്നത്. ആക്ച്വലി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നേ പിന്നെ ഒരുപാട് ക്രിട്ടിസൈസം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ അവരൊരു വിമൻ റൈറ്റർ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സ്ത്രീ എഴുത്തുകാരി അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഈ ഫെമിനിസം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് അങ്ങനെയുള്ളവർ മൊത്തം പുരുഷ വിരോധികളാണ്. ആ ഒരു ആംഗിളിലൊക്കെ ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പുരുഷന്മാർക്ക് പ്രണയിക്കാൻ അറിയില്ലേ? ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് പുരുഷന്മാർ നന്നായിട്ട് പ്രണയിക്കുന്ന ആളുകളുണ്ട്. മേ ബി ഞാൻ കണ്ട പുരുഷന്മാർക്ക് പ്രണയിക്കാൻ അറിയില്ല എന്നാണ് പറഞ്ഞതെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് മേ ബി നമുക്ക് ഓക്കെ ആയിട്ട് കാണാമായിരുന്നു. പക്ഷേ പുരുഷന്മാർക്ക് ഒന്നും പ്രണയിക്കാൻ അറിയില്ല എന്ന് പറയുന്നത് അങ്ങനെ ജനറലൈസ് ചെയ്യുന്നത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ കണ്ട ലോകം വെച്ചിട്ട് എല്ലാവരുടെയും ലോകം അളക്കുന്നതിൽ കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം എൻ്റെ ഒക്കെ ഞാൻ വളർന്നിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു പ്രണയിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടി ഒരു കംപ്ലീറ്റ് ബുക്ക് എഴുതിയിട്ട് അത് പബ്ലിഷ് പോലും ചെയ്തിട്ടില്ല, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കവിതകളാണ്, ജസ്റ്റ് അവളുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ആൺകുട്ടികളെ എനിക്കറിയാം. ഞാൻ മുംബൈയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഫ്ലവേഴ്സായിട്ട് അവരെ വെയിറ്റ് ചെയ്യുന്ന ആൺകുട്ടികൾ, അതേപോലെ നമ്മുടെ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീകളുടെ ഡ്രീംസിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്ന ഒരുപാട് ആൺകുട്ടികളെ എനിക്കറിയാം. ഇവൻ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ പോലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലവ് ലാംഗ്വേജ് എക്സ്പ്രസ് ചെയ്യുന്ന ആളാണ്. അപ്പം അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. ഇപ്പം നല്ല പ്രണയങ്ങളെ കുറിച്ച് നമ്മൾ എഴുതാറുണ്ടല്ലോ, അപ്പോൾ അത് ഒരു കൈ മുട്ടിയതുകൊണ്ട് മാത്രം ശബ്ദം ഉണ്ടാവില്ലല്ലോ. രണ്ട് സൈഡിൽ നിന്നും ആ ഒരു ലവ് ആൻഡ് അഫെക്ഷൻ കാണുന്നത് കൊണ്ടാണ് നമുക്ക് സിനിമയിലാണെങ്കിലും സാഹിത്യത്തിലാണെങ്കിലും റിയൽ ലൈഫിലാണെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രണയങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നത്. ഇപ്പം എൻ്റെ ബുക്കിലാണെങ്കിലും ഇപ്പോൾ ഫസ്റ്റ് ബുക്കിൻ്റെ കവറിൽ അതിഥിയുടെ ഫേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സെക്കൻഡ് ബുക്കിൻ്റെ കവറിൽ 2 ആൺകുട്ടികളുടെ ഫേസ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ബുക്കിൽ അത് സ്പോയിലർ ആണ്, ബട്ട് സ്റ്റിൽ ഈ ബുക്കിൽ ആൺകുട്ടികൾ എങ്ങനെയാണ്, അവരുടെ ഒരു പ്രണയത്തിൻ്റെ ലവ് ലാംഗ്വേജ് എങ്ങനെയാണ്, അവരെങ്ങനെയാണ് അവർ സ്നേഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി അവർ സ്റ്റാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമാക്കുന്നിടത്ത് മാത്രമല്ല സ്നേഹം എന്നുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് അവർ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടുന്ന് വളരെ സൈലൻ്റ് ആയിട്ട് ഇറങ്ങി വരുന്നത് കൂടിയാണ് സ്നേഹം എന്നൊക്കെ പറയുന്ന ഒരുപാട് ലവ് റിലേഷൻഷിപ്പുകൾ, ആൺകുട്ടികളുടെ സൈഡ് ഓഫ് ലവ് ഏറ്റവും പ്രിയപ്പെട്ട നിന്നോടിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ട, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ചുറ്റുമുള്ള ആൺകുട്ടികളിൽ ഒരുപാട് നന്നായിട്ട് പ്രണയിക്കുന്ന ആൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്.
അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ പൊതുവേ ഈ ഒരു സമൂഹത്തിലൊക്കെ ഒരു ധാരണയുണ്ട്, ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരിക്കലും ഒരുമിച്ച് കുറേ കാലം ഫ്രണ്ട്ഷിപ്പായിട്ട് മാത്രം തുടരാനാവില്ല. അങ്ങനെയുള്ള ഒരു 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 തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ്, ഒരു ധാരണ പൊതുവേ സമൂഹത്തിലുണ്ട്. പക്ഷെ അതിനൊക്കെ പൊളിച്ചടുക്കിയിട്ടാണ് ഈ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ളതിൽ നമ്മുടെ അതിഥിയുടെയും ആദിയുടെയും ഒരു ഫ്രണ്ട്ഷിപ്പ്, അത് ഭയങ്കര മനോഹരമായിട്ട് തന്നെ നിമ്ന അതിൽ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അതിഥിയും സാക്ഷിയും, രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനെ പൊതുവേ ഒരു മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് അഭിപ്രായം ഒരു സ്ത്രീക്കും ഒരു പുരുഷനും? എനിക്ക് തോന്നുന്നു എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ അത് കുറേ ആൺപിള്ളേരുണ്ട്. ഇപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഒരു 2 വർഷം എൻ്റെ ഒരു ജേർണി, ഈ ബുക്കിലോട്ടുള്ള എൻ്റെ ജേർണിയിൽ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആൺകുട്ടികളുണ്ട്. ഞാൻ മുംബൈയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഹൈദരാബാദിൽ ഫസ്റ്റ് ഒരു 18-19 വയസ്സുള്ളപ്പോഴാണ് ഞാൻ അവിടെ ജോലിക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് രാവിലെ ഒരു 5 മണിക്കായിരുന്നു ഷിഫ്റ്റ് ഉണ്ടായത്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര മടിയാണ്. ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, അത് കുറേ റൂറൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ രാവിലെ 5 മണിക്ക് എന്നെ കൊണ്ടുവിടാൻ വേണ്ടി മാത്രം വംശീന്ന് പേരായിട്ടുള്ള, ഞാൻ എൻ്റെ ഫസ്റ്റ് ബുക്കിൽ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, വംശീന്ന് പേരായിട്ടുള്ള ഒരു പയ്യൻ രാവിലെ എണ്ണീറ്റാവും വരും. എന്നെ ബസ് കയറ്റി, എനിക്കൊരു ബന്ധമില്ല അവനായിട്ട്. ഞാൻ ആ ഹൈദരാബാദ് പോയി ഒരു 1 വീക്കാണ് എനിക്ക് അവനെ പരിചയമുള്ളൂ. പക്ഷേ എന്നെ സേഫായിട്ട് കയറ്റി വിടാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു, എനിക്ക് മോർണിംഗ് ഷിഫ്റ്റുള്ള, ഞാൻ അവിടെ ഒരു 1 ഇയറോളം നിന്നിട്ടുണ്ട്. 1 ഇയറോളം എനിക്ക് മോർണിംഗ് ഷിഫ്റ്റുള്ള എല്ലാ ദിവസവും എന്നെ കൊണ്ടുവിടാൻ വേണ്ടി അവിടെ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് വന്നിട്ടുള്ള ഒരു ആൺസുഹൃത്ത് എനിക്കുണ്ട്. അപ്പോൾ എൻ്റെ സർക്കിളിൽ ഒരുപാട് നല്ല ആൺസുഹൃത്തുക്കളുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സക്സസ്സിൽ ചിയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു റീസെൻ്റ് ആയിട്ട് ഞാനൊരു കാറ് വാങ്ങിയ സമയത്ത് എൻ്റെ കസിൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ കസിൻസ് ആണെങ്കിലും എൻ്റെ ചേട്ടനൊക്കെ ആണെങ്കിലും ഇവർ എന്നെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, എന്നെ കൊണ്ട് നടക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ നീ കാറിൽ ഇറങ്ങിയിട്ട് വാ, ഞങ്ങൾ വീഡിയോ എടുക്കാം. അപ്പോൾ അവർ എൻ്റെ ഒരു ബ്ലഡ് ലൈനിൽ നമ്മുടെ ഒരു കുറേ ആയിട്ടുള്ളൊരു സ്റ്റീരിയോ ടൈപ്സ് ഉണ്ടാവില്ല, അപ്പോൾ അത് ബ്രേക്ക് ചെയ്തിട്ടുള്ളൊരു വുമൺ ആയിട്ടാണ് അവരെന്നെ കാണുന്നത്. ആ കാണുന്നതിന് അവരെനിക്ക് തന്നിട്ടുള്ളൊരു സപ്പോർട്ട്, എൻ്റെ കൂടെ സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു രീതി. ആദ്യമൊക്കെ ഞാൻ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, റൈറ്റാണ്, എൻ്റെ ഒരു അവകാശത്തിന് വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് കിട്ടാത്ത പ്രിവിലേജുകളെ കുറിച്ചൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു. പക്ഷെ കുറച്ചുകൂടി ഗ്രോണപ്പ് ആയ ശേഷം എൻ്റെ ചുറ്റുമുള്ള ആൺകുട്ടികൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും ആ ഒരു കംഫർട്ടും സെക്യൂരിറ്റിയും എല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാനിപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എനിക്ക് വളരെ കൂടുതൽ സ്ട്രെങ്ത് തന്നിട്ടുള്ള ഒരുപാട് ആൺകുട്ടികളുണ്ട്. ഇപ്പോൾ ആദീനെ പോലെ ഒരു റിയൽ ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നു, അഭി എന്ന് പറഞ്ഞിട്ട്. ഞാൻ മുംബൈയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നല്ല ആൺസുഹൃത്തുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും തീർച്ചയായിട്ടും നല്ല സുഹൃത്തുക്കളായിട്ട് നിൽക്കാമെന്ന്. അപ്പോൾ അതിഥിയുടെയും ആദിയുടെയും ആ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു, അത് കാണിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ബുക്കിൻ്റെ ഒരു ലാംഗ്വേജ് അതും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിലൊരു വിമർശനം 2 സൈഡും ഉണ്ട്, പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. പോസിറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ അധികം ഭയങ്കരമായിട്ട് സാഹിത്യം ഒക്കെ അറിയാത്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഒരുപാട് വായനയൊക്കെ അധികം വായിക്കാത്ത ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടുന്ന ഒരു ബുക്കായിട്ടും പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സിമ്പിളായിട്ടുള്ള ഒരു ബുക്ക്. അത് പക്ഷേ വിമർശനം എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും കാലത്തെ ഒരു രീതി, പൊതുവെ വന്നൊരു രീതി, സാഹിത്യം ഭയങ്കരമായിട്ടുള്ള സാഹിത്യം കലർന്ന വാക്കുകളൊന്നും സെൻറ്റൻസ് ഒന്നും അതിലില്ല. അതിനൊക്കെ പൊളിച്ചടുക്കി വേറൊരു രീതിയിലാണ്, ജസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാം ലാംഗ്വേജ് എന്നുള്ള രീതിയിലാണ് ആ ഒരു ബുക്കിനൊരു വിമർശനം വന്നിട്ട്. ഇപ്പോൾ അഖിൽ പി ധർമ്മജൻ്റെ ഈ റാം കെയർ ഓഫ് ആനന്ദി നാഷണൽ അവാർഡ് കിട്ടിയ സമയത്തും ഈ പറഞ്ഞ പോലെ ആ ഒരു വിമർശനം അതിന് നേരിട്ടിരുന്നു, ഒരു സിനിമ ലാംഗ്വേജ് ആണെന്നുള്ള രീതിയിൽ നേരിട്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഷാ പ്രയോഗം ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണ്? ആ ഒരു എനിക്ക് അങ്ങനെ എഴുതാൻ അറിയുള്ളൂ എന്നാണ്. കാരണം അത് മനഃപൂർവ്വം ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പം ഞാൻ ഈ സംസാരിക്കുന്ന അതേ രീതിയിലാണ് കുറേയൊക്കെ ഞാൻ എഴുതുന്നത്. അപ്പം ഞാൻ എഴുതുന്ന സമയത്ത് എൻ്റെ ഉള്ളിലുള്ള ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അപ്പോൾ അത് ഏത് ലാംഗ്വേജ് തിരഞ്ഞെടുക്കുന്ന എന്നുള്ളതൊന്നും വിഷയമല്ല. ഞാൻ എഴുതി വെച്ചൊരു കാര്യം ഒരു വായനക്കാർ വായിക്കുമ്പോൾ ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ, ഞാൻ കടന്നു പോയിട്ടുള്ളൊരു കാര്യമാണല്ലോ എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ, ആസ് എ റൈറ്റർ ഞാൻ സക്സസ് ആയി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ ഒരിക്കലും ഞാൻ ചൂസ് ചെയ്തതായിരുന്നില്ല, എനിക്ക് അങ്ങനെയാണ് കംഫർട്ടായിട്ട് എഴുതാൻ പറ്റുന്നത് എന്നുള്ള രീതിയിലാണ്. പിന്നെ നമ്മൾ ഈ ഒരു താരതമ്യത്തിൻ്റെ ആവശ്യമേ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ മലയാളത്തിൽ കേരളത്തിലൊരു പുതിയതായിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ടായിരിക്കാം മേ ബി ആളുകൾ ഇത്രമാത്രം അതിനെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് എഴുതിക്കൊണ്ടിരുന്ന ഒരുപാട് റൈറ്റേഴ്സ് നമുക്ക് ഇതിന് മുന്നും ഉണ്ടായിരുന്നു. അപ്പോഴും ഇതുപോലുള്ള ചെറിയ ചെറിയ ഡിസ്കഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് കുറച്ചുകൂടെ ഇൻറ്റൻസ് ആണ് സോഷ്യൽ മീഡിയയുടെ ഒരു കാലത്ത്. അപ്പം എല്ലാവർക്കും ഒരുപോലെ കോ എക്സിസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്കുണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ലിറ്റററി ആയിട്ടുള്ള കാര്യങ്ങൾ വായിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് എടുക്കാൻ പറ്റുന്ന ഇഷ്ടം പോലെ പുസ്തകത്തിലും മലയാളത്തിലുണ്ട്. അതേപോലെ സിമ്പിളായിട്ട് വായിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് ഇപ്പം ഞാൻ പറയട്ടെ, ഒരു ബുക്ക് വായിക്കുന്ന സമയത്ത് എപ്പോഴും ആ ബുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരണം, അല്ലെങ്കിൽ ഈ ബുക്ക് എന്നെ ചേഞ്ച് ചെയ്യണം എന്നുള്ള വാശിയുടെ ഒന്നും ആവശ്യമില്ല. ഇപ്പം നിങ്ങളൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളൊരു 1 hour നിങ്ങളൊരു
പാസ്റ്റിലൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിങ്ങൾ സ്പെൻഡ് ചെയ്യാണ്. തിരിച്ചു പോകുന്ന സമയത്ത് ഒരിക്കലും ആ ഫ്രണ്ട് ഒരു 500 രൂപ വെച്ചു എന്ന് പറഞ്ഞ് നമുക്ക് തരുന്നില്ല. പക്ഷെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്കൊരു ഗുഡ് ഫീൽ കിട്ടത്തില്ലേ? ലൈക്ക് ഒരു ഗുഡ് ടൈം സ്പെൻഡ് ചെയ്തൊരു ഫീൽ കിട്ടില്ല. മേ ബി ഒരു ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതായിരിക്കും കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ടൈം, കുറച്ച് നല്ല ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്തു എന്ന് മാത്രമായിരിക്കും കിട്ടുന്നത്. ബട്ട് ദാറ്റ് ഇസ് വർത്ത് ഇറ്റ്. അറിയാം. അപ്പൊ അങ്ങനെ എല്ലാ ബുക്കിനെയും ക്രിട്ടിസൈസ് ചെയ്ത് കണ്ട് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു സാധനം കൊടുക്കണം എന്നുള്ള നിർബന്ധത്തിലൊന്നും വാശിയുടെ ഒന്നും ആവശ്യമില്ല. ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടാവട്ടെ, ആളുകൾക്ക് സെലക്ട് ചെയ്ത് വായിക്കാം, അവർക്ക് എന്ത് വേണമെന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർക്ക് ഉണ്ടാവട്ടെ. നിങ്ങൾ എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം, എന്ത് പറയണം എന്നുള്ള ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ അതിൽ നിന്ന് വിപരീതമായിട്ട് എന്ത് വായിക്കണം എന്നുള്ളത് ഞങ്ങൾ ചൂസ് ചെയ്യും. വായന ഒരിക്കലും ഒരാളിലും അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. ആളുകൾ എന്ത് ഇഷ്ടമുള്ളോ അത് വായിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു സ്റ്റാൻഡ്. അപ്പോൾ എഴുത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിമ്ന വിജയുടെ ഈ ഇൻസ്റ്റഗ്രാം എഴുത്തുകളൊക്കെ ഒരുപാട് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ ആശ്രയിച്ച് അതിനെ ആ ഒരു മോട്ടിവേഷൻസും കാര്യങ്ങളൊക്കെ വായിച്ച് അതിൻ്റെ താഴെ ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവർക്കത് വായിച്ചിട്ട് ഒരുപാട് ഇൻസ്പിറേഷൻ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മെസ്സേജും കമൻസൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ പല പല കമൻസ് വരുന്നതിൽ നിമ്നയ്ക്ക് ഏറ്റവും കൂടുതൽ മനസ്സിനെ സ്പർശിച്ച ഒരു തോന്നിയൊരു മെസ്സേജോ കമൻറ്റോ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റും? എനിക്കങ്ങനെ ബുക്കിന്ന് ഒരുപാട് കമൻസ് വരാറുണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതൽ ഞാൻ ഒരിക്കലും ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പേടിയുള്ളവരോട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിക്കിൾ എഴുതിയായിരുന്നു ഇൻസ്റ്റയിൽ കുറേ ലോങ് ബാക്ക്, ഒരു 2-3 ഇയേഴ്സ് ബാക്ക്. അത് എഴുതുന്ന സമയത്ത് ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഹൈദരാബാദിൽ ജോബ് ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഇംഗ്ലീഷൊന്നും അത്ര ഫ്ലുവൻ്റ് അല്ല. എനിക്ക് അങ്ങനെ ഒരു പുറത്ത് ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് പരിചയമില്ല. പക്ഷെ ഞാൻ കയറി ചെല്ലുന്നത് ഒരു ബ്ലാങ്ക് ആയിട്ടാണ് ഞാൻ കയറി ചെല്ലുന്നത്. അപ്പോൾ അവരെന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് സത്യസന്ധമായിട്ടുള്ള മറുപടികൾ പറയും. എനിക്ക് അറിയാത്തത് അറിയില്ല എന്ന് പറയാമെന്ന് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഒരു 150ഓളം പിള്ളേരുള്ള സ്കൂൾ, ആ ഒരു കോളേജിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട 2 പേരിൽ ഒരാളായിട്ട് ഞാൻ മാറുകയാണ്. അപ്പോൾ എനിക്ക് ഈ ഇൻ്റർവ്യൂ ഒക്കെ പോകാൻ ആളുകൾക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് കുറവാണ്. ഞാൻ പറഞ്ഞാൽ ശരിയാവോ, തെറ്റിപ്പോവോ? അപ്പം ഞാൻ ചോദിക്കുന്നത്, ഒരു റൂമിൽ മേ ബി ഒരു 5 പേരുള്ള റൂമിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും അതൊരു മാറ്റർ അല്ല, ലോകമൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. അപ്പോൾ പറഞ്ഞാൽ തെറ്റാവോ എന്നുള്ളൊരു കോൺഫിഡൻസ്, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മേനെ ബ്രേക്ക് ചെയ്തിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, ഇപ്പം മേ ബി എൻ്റെ മുന്നിലിരിക്കുന്ന ഒരാൾക്ക് എനിക്കറിയാത്ത ചില കാര്യങ്ങൾ അറിയുമായിരിക്കും, പക്ഷെ അവർക്കറിയാത്ത കുറേ കാര്യങ്ങൾ എനിക്കും അറിയാമായിരിക്കും. നമ്മുടെ മുന്നിൽ ഇരിക്കാൻ ഈക്വലാണ്. ഒരാൾ നമുക്ക് മുന്നിലോ അല്ലെങ്കിൽ താഴെയോ അല്ല എന്നൊരു ചിന്ത വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്താൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ എനിക്ക് 1000-ന് മേലെ കമൻസ് വന്നിട്ടുണ്ട്, 10Kയുടെ മുകളിൽ ഷെയർ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര്, ഞാനൊരു 19 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായി, ഒരു ഇൻ്റർവ്യൂ പോലും എനിക്ക് കിട്ടിയില്ല. ഈ ആർട്ടിക്കിൾ വായിച്ച് പിറ്റേന്ന് എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ഞാൻ ആ ഇൻ്റർവ്യൂവിൽ പാസ്സായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു. അത് ആക്ച്വലി ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഞാൻ ആലോചിക്കാറുണ്ട്, അക്ഷരങ്ങളൊക്കെ കൊണ്ട് ഒരാളുടെ ലൈഫിൽ ഇത്രയ്ക്കൊക്കെ ചേഞ്ചസ് ഒരാൾക്ക് വരുത്താൻ പറ്റുമോ എന്നുള്ളത്. ഞാനും ഇപ്പോഴും എൻ്റെ ബുക്കിൽ ഞാനിപ്പോൾ ഇൻട്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട്, ഞാനിപ്പോഴും അതിനുള്ളിൽ പകച്ചു നിൽക്കുന്ന ഒരാളാണ്. ഇത്രയ്ക്കൊക്കെ ചേഞ്ചസ് എനിക്ക് ജയിലിൽ നിന്ന് ലെറ്റേഴ്സ് വന്നിട്ടുണ്ട്. KLF ഞാൻ പോയ സമയത്ത് ജയിലിൽ നിന്ന് ഒരാളെന്നെ കാണാൻ വന്നിട്ടുണ്ട്. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ, ജീവിതമേ വേണ്ടാന്ന് വിചാരിച്ച ഒരാൾ മുന്നോട്ട് നടന്നിട്ടുള്ള കഥ എനിക്കറിയാം. ഹോസ്പിറ്റൽ വാർഡിൽ നിന്ന് മുന്നോട്ട് വരുമ്പോൾ ഈ ബുക്ക് ചേർത്ത് പിടിച്ച് നടന്നിട്ടുള്ള ഒരുപാട് പേര് എനിക്കറിയാം. അപ്പോൾ ഒരു പുസ്തകം കൊണ്ട് ഇത്രയൊക്കെ ചേഞ്ച് ഉണ്ടാവും എന്നുള്ളത് എനിക്കും ഒരു അമ്പരപ്പായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു ചേഞ്ച് ഒരാളിൽ വരുത്താൻ പറ്റുമെന്ന്. അപ്പോൾ ഇപ്പോഴും ഞാൻ എഴുതുന്ന ബുക്കിനേക്കാളും ഏറെ ഞാൻ ഇൻസ്റ്റയിൽ എഴുതുന്ന കോഡ്സ് ഇഷ്ടമായി എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ട് എഴുതുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ വളരെ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് എന്നോട് ആരെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആഗ്രഹിച്ച കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ സമയത്ത് പക്ഷേ എനിക്കങ്ങനെ ആരെയും കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന ഡെയിലി ഒരു ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ഡേ കഴിഞ്ഞ് വീട്ടിലെത്തുന്ന ഒരാൾ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിഷമത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾ മേ ബി ഈ കോട്ട് കാണുമ്പോൾ മേ ബി അവരുടെ ഡേ കുറച്ച് ബ്രൈറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഓക്കെ ദർ ഇസ് ഹോപ്പ് എന്നുള്ളൊരു ഫീൽ അവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ, എൻ്റെ എഴുത്തിലൂടെ അത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇനഫ്. അപ്പോൾ ഞാൻ ഡെയിലി ആ ഒരു ചെറിയ ചെറിയ കോഡ്സ് എഴുതിയിടാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിനാണ് എനിക്ക് തോന്നുന്നു ബുക്കിനേക്കാളും എല്ലാത്തിനേക്കാളും ഏറ്റവും കൂടുതൽ വായനക്കാരുള്ള ഒരു കാര്യം ആ കോഡ്സാണ്. അപ്പോൾ എന്നോട് ആരെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് എനിക്കൊരിക്കൽ തോന്നിയ കാര്യങ്ങൾ, ഈ കിട്ടാതെ പോയ കുറേ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിന് പുറത്തെഴുതുന്ന കാര്യമാണത്. ഇത്രയും കോഡ്സൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? കോഡ്സൊക്കെ വരും, ലൈഫ് എക്സ്പീരിയൻസസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ബുക്ക് ഇപ്പോൾ അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി സിനിമയാക്കാൻ പോകുന്നുള്ള ഒരു അനൗൺസ്മെൻ്റ് പുള്ളിക്കാർ പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ആക്കുന്നുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു പൂർണ്ണമായിട്ടില്ല, അതിനൊരു സെക്കൻഡ് പാർട്ട് കൂടി ഉണ്ട്. ഇപ്പോൾ അത് എന്തായാലും ആ ഒരു കാര്യം ഇപ്പോൾ നടന്നു കഴിഞ്ഞു, പബ്ലിഷ് ആയിട്ടുണ്ട് സെക്കൻഡ് പാർട്ടും. അപ്പോൾ സിനിമയാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഞാനിപ്പം നിൽക്കുന്ന ഒരു അവസ്ഥ എന്താ പറയുക, ഇതുവരെ എനിക്കൊരു ബുക്കിന് റിവ്യൂ വന്നിട്ടില്ല. അപ്പം ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആണ് ആക്ച്വലി. എങ്ങനെയാണ് ഒരു പബ്ലിക് റിവ്യൂവിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം.
ഞാൻ പണ്ടൊക്കെ ഒരു സിനിമ കണ്ടാ എനിക്കത് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞ് ചുമ്മാ പറഞ്ഞു പോകാറുണ്ട്. ഇപ്പം ഞാൻ ആലോചിക്കുന്നത് എന്തോരം ടെൻഷനിലായിരിക്കും അതിൻ്റെ ബാക്കിലുള്ള ആളുകൾ നിൽക്കുന്നത്. ഒരു ഫിലിം ഇറങ്ങുന്ന സമയത്ത് അതേ ടെൻഷൻ ഇപ്പോൾ ഒരു ബുക്ക് ഇറങ്ങുമ്പോൾ എനിക്കുണ്ട്. ആക്ച്വലി ഈ ബുക്ക് കുറച്ചൊരു ഹാർഡ് റീഡാണ്. ഹാർഡ് റീഡ് എന്നല്ല, കുറച്ച് പേജസ് കൂടുതലുണ്ട് മറ്റേ ബുക്കിനെ വെച്ചിട്ട്. അപ്പോൾ സിനിമയുടെ ചർച്ചകൾ ഈ ഒരു ഫസ്റ്റ് പാർട്ട് എഴുതിയ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് അത് കംപ്ലീറ്റ് അല്ല, സെക്കൻഡ് പാർട്ട് കൂടി വന്നിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാമെന്ന്. അപ്പോൾ ഈ ബുക്കിൻ്റെ റിവ്യൂസൊക്കെ വന്ന് ബുക്ക് കുറച്ചുകൂടി ആളുകൾ ആ കഥയെ എങ്ങനെ സ്വീകരിക്കുന്നു എന്ന് നോക്കിയിട്ട് തീർച്ചയായും നമ്മളതിൻ്റെ ഡിസ്കഷൻസ് കൂടി ഓൺ ആക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇനിയും മനുഷ്യരുടെ മനസ്സിൽ ഇടം നേടുന്ന തരത്തിലുള്ള എഴുത്തുകളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.